മാനവ ഐക്യത്തിന് മാതൃകയായി പോത്തൻകോട് ശാന്തിഗിരിയിലെ സർവ്വമത സമ്മേളനം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പീസ് കാർണിവൽ സംഘടിപ്പിച്ചത്. ഫ്ലവേഴ്സ് ഒരു കോടിയിലൂടെ കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയ കുട്ടേട്ടന് പോത്തൻകോട് ഫെസ്റ്റിവലിൽ വൻ സ്വീകരണമാണ് ലഭിക്കുന്നത്. ഫെസ്റ്റിന്റെ ഭാഗമായി സ്റ്റീഫൻ ദേവസ്യയുടെ സംഗീത നിശയും നടന്നു. പീസ് കാർണിവലിന്റെ ഭാഗമായ സർവ്വമത സമ്മേളനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് മുറിച്ചാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മതത്തിന്റെയും ജാതിയുടെയും വേർതിരിവുകളില്ലാതെ എല്ലാവർക്കും ഒന്നിക്കാനൊരിടമാണ് പീസ് ഫെസ്റ്റിവലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി പറഞ്ഞു. ഒരു ഫെസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ ഒരു ഷോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ജനങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഒരു കുടക്കീഴിൽ വരുവാൻ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, വിഭാഗീയതകളില്ല. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇരുന്ന് സന്തോഷിക്കുവാനും സൗഹൃദം പങ്കുവെക്കുവാനുമുള്ള ഇടങ്ങൾ അത് കുറഞ്ഞു വരികയാണ് നമ്മുടെ നാട്ടിൽ. ഫ്ലവേഴ്സ് ഒരു കോടിയിലൂടെ കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയ കുട്ടേട്ടൻ പോത്തൻകോട് ഫെസ്റ്റിവലിൽ എത്തുന്നവരുടെ മനസ്സും കീഴടക്കുകയാണ്. ഇന്നു മുതൽ ഫെസ്റ്റിവലിൽ പ്രേക്ഷകർക്ക് കുട്ടേട്ടനുമായി സംവദിക്കാം. സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിലുള്ള സംഗീത നിശ ചടങ്ങിനെ വർണ്ണാഭമാക്കി. 24 തിരുവനന്തപുരം.